Hi friends, welcome back to my channel Wondercraft with SP. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വൈക്കിംഗ് ഷിപ്പാണ്. ഫിൻലാൻഡ് ഏരിയയിലൊക്കെയുള്ള ഒരു വിഭാഗമാണ് വൈക്കിങ്സ്. അവരുടെ ഒരു വാരിയർ ഷിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 4x ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. അത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഷിപ്പിൻ്റെ ഡക്ക് ഏരിയ ആണ്. മൊത്തം ഒരു ഷേപ്പിലാണ്. നമ്മൾ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഡക്ക് ഞാൻ ഏകദേശം ഒരു സൈസിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഷിപ്പിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഫ്രെയിം, ഷിപ്പിൻ്റെ മെയിൻ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്തെടുക്കും. അത് പകുതി ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈക്വൽ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പകുതിയായിട്ടാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ ഈ കണ്ണ് പോലെ ഒട്ടിച്ചേർക്കും. ഇപ്പോൾ അതിൻ്റെ ഫ്രെയിം ആയിട്ടുണ്ട്. ഇത് രണ്ട് പീസുകൾ വെച്ച് ഒട്ടിക്കണം. കുറച്ച് കട്ടിയിലായിട്ട് നമ്മൾ ചെയ്യണം. ഇനി ഈ ഡെക്ക് നമ്മൾ ഏകദേശം ഒരു ഹൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഇതിൽ ഒട്ടിച്ച് ചേർക്കും. കാരണം നമ്മൾ ഡെക്കാണ് ആദ്യം ഉണ്ടാക്കുന്നത്. കാരണം അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും കാര്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഡെക്ക് ഇതിനോട് ചേർത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ച് ചേർക്കും. അപ്പോൾ ഏകദേശം ഹൈറ്റ്, ഡെക്കിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് ഇതിന് ഈ സൈഡിലുള്ള ഏരിയ ഫ്രെയിം സെറ്റ് ചെയ്യാണ്. അവിടെ പാനൽ നമ്മൾ സൈഡിൽ കവർ ചെയ്യാനായിട്ട് പാനൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യണം. ഈ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിമുകൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ ഈ ഡക്കിൻ്റെ ഏരിയയിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതങ്ങനെ ഫ്രെയിംസ് ഞാൻ ഇതുപോലെ ഈ കാണുന്ന പോലെ ചെറിയൊരു കർവിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. ഡക്കിൻ്റെ ഏരിയ നമ്മൾ പുറമേ നല്ല ഒതുക്കത്തിൽ ഫിറ്റായിട്ട് ഇരുന്നോളും. ഈ കാണുന്ന പോലെ നമ്മൾ എല്ലായിടത്തും ഒട്ടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ആർച്ചുകൾ ഒട്ടിച്ച് ചേർത്തു. ഇതിന് വേണ്ടത് ഇതിൻ്റെ സൈഡ് വശം ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു ചെറിയൊരു 4x ചെറിയൊരു സ്ട്രിപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് വശത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രണ്ട് ഏരിയയിൽ എഡ്ജിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കും. കാരണം ആ ഒരു ഷേപ്പാണ് ഇതിന് ഈ ഷിപ്പിനുള്ളത്. അപ്പോൾ അതുപോലെ ഇത് കാണുന്ന പോലെ തന്നെ കുറച്ച് നമ്മൾ കയറ്റി ഒട്ടിച്ചു കൊടുക്കും. ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഒരേ ലെവലിൽ നമ്മൾ ചെയ്ത ഫ്രെയിമിൻ്റെ ലെവലിൽ ചെയ്യും. ഇനി വേണ്ടത് രണ്ട് കോർണറുകൾ കറക്റ്റായിട്ട് നല്ല ലെവലിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിൻ്റെ ഏകദേശം കർവ് നമ്മൾ പെൻസിൽ കൊണ്ട് ഇതുപോലെ അടയാളപ്പെടുത്തും. അതിനുശേഷം നമ്മൾ അതിന് മുകളിൽ കൂടെ നമ്മൾ വരച്ച് എടുക്കുകയാണ്. അത് ഏകദേശം നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന പാനൽ, സൈഡിൽ ഒട്ടിക്കാൻ പോകുന്ന ആ പാനലിൻ്റെ സൈസിൽ നമ്മളൊരു തിക്നെസ്സിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഇത് കോർണറിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ 4 കോർണറും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. മുകളിലേക്ക് കർവ് ആയിട്ട് നിൽക്കുന്ന ഒരു പാനലിൻ്റെ ഒരു ഷേപ്പിലേക്ക് കിട്ടും. നാല് കോർണറിലെ പാനലുകൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ സൈസിൽ തന്നെയുള്ള പാനലുകൾ വെച്ചിട്ട് നമ്മൾ സൈഡ് ചെയ്യും. സൈഡ് ഏകദേശം സൈസ് കറക്റ്റ് ആവണം. കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലേഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 4x ആയതുകൊണ്ട് കുറച്ച് അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അമർത്തി അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇതായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇരുന്നോളും. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യില്ല.
കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിന് സൈഡിൽ ഹോൾ ചെയ്യും. അത് ചെറിയ ചെറിയ ഹോളുകൾ വേണം, കാരണം പങ്കായം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കണം. ഇതിൽ പങ്കായം ഉണ്ട്. ഇത് കാറ്റിൽ മാത്രം പോകുന്നതല്ല, ഇത് അതിന് ചെറിയ പങ്കായം ഉണ്ട്. അപ്പോൾ നമുക്ക് പങ്കായ അത് ഉണ്ടാക്കാം. ഞാൻ പങ്കായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്കിലാണ്. ഈ കാണുന്ന പോലെ നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ പങ്കായ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് പങ്കായങ്ങൾ വേണം സൈഡിലേക്കുമായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പായ്മരമാണ്. അപ്പോൾ പായ്മരം സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പായ ഉണ്ടാക്കുകയാണ്. സെറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മളതിൻ്റെ പായ്മരത്തിൻ്റെ മരം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതുപോലെ തന്നെ ചരട് കൊണ്ട്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൂല് നമ്മൾ പിരിച്ച് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ്, വലിച്ച് കെട്ടിയേക്കാണ്. അപ്പോൾ നമുക്കൊരു കപ്പലിൻ്റെ ഒരു ഫീല് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടുകളെല്ലാം കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ പശ വെച്ച് ഒട്ടിക്കും. ഇത് പോകണുണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒന്ന് ബേണായിട്ടാണ് ഇത് ഒട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാം ശരിയായിട്ടുണ്ട്. നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ഞാൻ ഡാർക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഈ ഷിപ്പിൻ്റെ ഒക്കെ കളർ ഏകദേശം ഈ ഡാർക്ക് വുഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യും, ഈ കാണുന്ന പോലെ. ഇനി നമ്മൾ ഇതിൻ്റെ പായ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.